ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മോർണിംഗ് എക്സസൈസ് കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ റോഡിൽ കൂടെ നടക്കുന്ന ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, ഈ സസ്യശ്യാമള കോമളമേ ഭൂമി ശരിക്കൊന്ന് വീഡിയോ എടുത്ത് കാണിക്കണം. സാറത് പെട്ടെന്ന് അങ്ങ് ഓടിച്ചു വിടുന്നതുകൊണ്ട് വോയിസ് കേൾക്കുന്നുണ്ട്, പക്ഷേ ടോക്ക് ഇതുണ്ട്. ആമ്പലെല്ലാം കിളുത്ത് ചുവന്ന പൂക്കളായിട്ട് നിൽക്കുന്നത് കണ്ടോ. അപ്പം അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ദേശത്തും വിദേശത്തും അമേരിക്കയിൽ നിന്നും മറ്റ് വിദേശ രാജ്യത്തൊക്കെ വിളിക്കുന്നത് മിഡിൽ ഈസ്റ്റിനൊക്കെയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട് സമ്പൽ സമൃദ്ധമാണ്. അതുപോലെ തന്നെ ഈ മഴക്കാലത്തും മഴ നല്ല സമ്പൽ സമൃദ്ധമാണ്. 5 ജില്ലകളിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴ. കോട്ടയം ഇന്നിപ്പം അലർട്ട് വന്നിട്ടില്ല, പക്ഷെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ തൊട്ടങ്ങോട്ട് എല്ലാ ജില്ലകളും ഏറെ ജില്ലകളും യെല്ലോ അലർട്ടാണ്. പിന്നെ ഓറഞ്ച് അലർട്ട് കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ. അതാണ് സ്ഥിതി. വാനിക്കേണ്ട ആവശ്യമില്ല, നമ്മളതിനെ നേരിടാൻ പഠിച്ചേ പറ്റുള്ളൂ. ഇനി എല്ലാ വർഷവും ഇതുപോലുള്ള മഴകൾ വരും. ചൂട് കൂടി, പ്രകൃതി താപനം കൂടി, അപ്പോൾ അതിൻ്റെതായ നെറ്റ് ഇഫക്റ്റ് വരും. അപ്പോൾ അതിജീവിക്കാൻ വേണ്ട പഠനം ഗവൺമെൻറ് നടത്തണം. അതിവിദഗ്ധന്മാരെ ഇപ്പോൾ ഏത് കമ്മിറ്റി വിവരിക്കാൻ പോയാലും സ്വാധീനിച്ച് കുറേ പേര് അതിനകത്ത് കയറും. അങ്ങനെയുള്ളവരെയല്ല കയറ്റേണ്ടത്. ശരിക്കും കാരണം ഞാനൊരിക്കൽ പണ്ട് ഏത് ഗവൺമെൻറ് കാലമാണെന്ന് പറയുന്നില്ല, ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയപ്പോൾ ചില മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ചില തട്ടിപ്പ് ശാസ്ത്രജ്ഞന്മാർ വന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അവർ തിരുവനന്തപുരത്തേക്കാൾ താമസിക്കുന്നവർ. അവരുടെ സ്വാധീനം വെച്ച് മച്ചാൻ്റെ കൊച്ചാനെന്നൊക്കെ പറഞ്ഞ് ജാതി മേൽക്കോയ്മയൊക്കെ വെച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേൽക്കോയ്മ വെച്ച് വരുന്ന അവരുടെ ഒരു പഠന റിപ്പോർട്ട് എന്ത് വിലയുള്ളത്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് റിയലി എക്സ്പ്ലോസീവായിട്ട് നല്ല മിടുക്കരായിട്ടുള്ള ടാലൻ്റുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘത്തെ രൂപീകരിച്ചിട്ട് അതിൽ IIT-ക്കാർ വേണം, കൃഷി പഠിക്കുന്ന ആളുകൾ വേണം, ഭൂമിയെപ്പറ്റി പഠിക്കുന്ന ജിയോളജിസ്റ്റുകൾ വേണം. അങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ലോങ് ടൈം കമ്മിറ്റി ആയിക്കോട്ടെ, പഠിക്കണം. ഈ മഴയും ഈ കാറ്റും ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഇനി ഇല്ല കേരളത്തിന്. അപ്പോൾ അതിനെ എങ്ങനെ സക്സസ്ഫുള്ളായി ടാക്കിൾ ചെയ്യാം എന്ന് പഠിക്കണം. തീർച്ചയായിട്ടും അത് പഠിക്കും. ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ജനങ്ങളുടെ വീക്ഷണവുമായി ഒത്തുചേർന്നുള്ളൊരു ഗവൺമെൻറ് നമുക്കുള്ളത്. അത് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം അനഭിമതരായിട്ടുള്ള ആളുകൾ അവരെ ഒഴിവാക്കാനൊക്കെ വലിയ പാടാണ്. അവരൊക്കെ വലിയ സ്വാധീനമുള്ളവരാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തുകളെന്നൊക്കെ പറയും. അങ്ങനെ ചെയ്തോട്ടെ, ഇത് ദേശത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് തീർത്തും വിശ്വസ്തരും പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ കമ്മിറ്റി വിഷയം ഒന്ന് പഠിക്കട്ടെ. എല്ലാ വർഷവും ഈ മഴ വരും, മണ്ണൊലിപ്പ് വരും, ഉരുൾപൊട്ടൽ വരും. അത് വിചാരിച്ചു ഇനി അതില്ലാത്തൊരു കേരളം ഇല്ല. അപ്പോൾ ഇന്ത്യ ഇല്ലെന്നാണ് പറയേണ്ടത്. ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഈ പ്രശ്നമുണ്ട്. കാലം മാറി, ആഗോള താപനം മാറി. അപ്പോൾ അതിനകത്ത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ പുക വമിച്ച് പോകുന്ന വാഹനങ്ങൾക്കൊരു നിയന്ത്രണം വരുത്തണം. പോലീസ് ഇപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. പുക പരിശോധിക്കാന്ന് വെച്ചാൽ ചില കയറ്റത്തിലൊക്കെ പോകുമ്പോൾ ചില ബസ്സും കാറും ഒക്കെ പോകുന്നത് കണ്ടാൽ എന്തൊരു പുകയാണ് പോകുന്നത്. നമ്മളിപ്പം വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ പുകയ്ക്കാൻ എന്താ കാര്യം എന്ന് ഓർക്കും. ആഗോള താപനത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഈ പൊല്യൂഷനാണ്. നമ്മുടെ ഭൂഗർഭമല്ല, അന്തരീക്ഷ പാളി, സൂര്യൻ്റെ അതിതീക്ഷ്ണമായ രശ്മികളെ തടയുന്ന പാളിക്കൊക്കെ വിള്ളൽ വീണിരിക്കുന്നു. അത് നമ്മൾ ഭൂമിയിൽ നടത്തുന്ന പണിയുണ്ടാണ്. ഇപ്പോൾ ഡൽഹി തന്നെ കണ്ടില്ലേ, ഡീസൽ വാഹനമൊക്കെ നിരോധിച്ചു. ഗുഡ് മോർണിംഗ് മിസ്. നമ്മൾ നിരോധിച്ചിട്ട് കഴിഞ്ഞു. അവിടെ ഇപ്പം CNG-യും ഇലക്ട്രിക്കും ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലേ. അത്രയ്ക്ക് പൊല്യൂഷൻ്റെ റേറ്റ് കൂടി. അത് വരാൻ കാത്തിരിക്കാതെ, കേരളത്തിലും അതൊക്കെ വരും, കാത്തിരിക്കാതെ ഈ തീരെ പൊല്യൂഷൻ വമിപ്പിക്കുന്ന വാഹനങ്ങൾ, ഓട്ടോറിക്ഷയായാലും ചില ഡീസൽ ഓട്ടോയൊക്കെ പോകുന്നത് കണ്ട സങ്കടം തോന്നും. ഉപജീവന മാർഗമാണ്. അവർക്കൊരു ഇലക്ട്രിക് വണ്ടി കൊടുത്തുകൊണ്ട് ആ ഓട്ടോറിക്ഷ ഗവൺമെൻറ് തിരിച്ചു വാങ്ങണം. അങ്ങനെയുള്ള ഈ പട്ട പോകുന്ന ആ ഒരു പൊല്യൂഷൻ
ആ കുടുംബത്തെ പട്ടിണിയാക്കരുത്. അവർക്ക് ഒരു ഇലക്ട്രിക് വണ്ടി കൊടുത്തിട്ട് ആ വണ്ടി എടുത്തിട്ട് ഗവൺമെൻറ് അത് പൊളിക്കണം. അല്ലെ ആരെയും ലേലത്തിൽ പിടിച്ച് പിന്നെ മാർക്കറ്റിൽ വരും. അത് പൊളിച്ച് കളയണം. അതുപോലെ നമ്മൾ കൺട്രോൾ ചെയ്യണം ഈ എയർ പൊല്യൂഷൻ. കാരണം മഴയും ചൂടും എല്ലാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വന്നു നമ്മുടെ സഹ്യസാനുക്കളിൽ എവിടെയൊക്കെ വൃക്ഷം വെക്കാം, എവിടെയെല്ലാം ഓവിയാൽ വെട്ടാം തീരുമാനിച്ച് അവർ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ ആഗോളതാപനവും അതിലേക്ക് നയിക്കുന്ന നമ്മുടെ പെട്രോൾ ഗ്യാസ് പൊല്യൂഷനും ഒക്കെയാണ്. അതുകൂടെ നിയന്ത്രിക്കണം. അത് വളരെ വീക്ഷണത്തോടു കൂടി പ്രശ്നങ്ങളെ നോക്കിക്കാണണം. നമ്മളെ ഒരു സ്വഭാവം വെച്ചാൽ ഒരു കാര്യം കാണുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അതിൻ്റെ മൂലകാരണം കണ്ടെത്തി അതിനെ കൺട്രോൾ ചെയ്യാനും ഇറാഡിക്കേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക വേണ്ടത്. അപ്പം ഈ മഴ ഇതൊരു 4-5 കൊല്ലം മുമ്പ് ഞാൻ ഒരു ലേഖനമോ പുസ്തകമൊക്കെ വായിച്ച് നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചപ്പം അന്നോട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ വർഷവും ഈ മഴ വരും, എല്ലാ വർഷവും ഈ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ വിജയകരമായി നേരിടാൻ വേണ്ട പരിശീലനമാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ ആളുകളെ പുനരധിവസിപ്പിക്കാൻ സ്ഥിരം ഷെൽട്ടർ പണി, അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തായിരുന്നു. എങ്ങനെ പോസിറ്റീവായിട്ട് ചെയ്യാം, ഇക്കണോമിക്കലി വൈബിളായിട്ട് അത് പോസിറ്റീവായിട്ട് ചെയ്യാം, എല്ലാ വർഷവും ഗവൺമെൻറ് പണം മുടക്കാതെ എങ്ങനെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നതാണ്. അതുപോലെ ശാസ്ത്രജ്ഞന്മാരെ വെച്ചിട്ട് സ്വയം ബോധ്യപ്പെടുത്തിയാൽ, നമ്മുടെ മലയാളികൾ എന്നൊക്കെ പറഞ്ഞാൽ, ഒരിക്കൽ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞത് മോസ്റ്റ് ലോ അബൈഡിങ് സിറ്റിസനാണ് ഇന്ത്യക്കാർ, അതിൽ എസ്പെഷ്യലി കേരളക്കാരെന്ന് പറയണ്ടേ. തിരുവനന്തപുരത്ത് ഒരു ഓഫീസിൽ കാണുന്നതിന് വന്നപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ കാരണം, ഒരു ലാത്തി എടുത്ത് ചാരി വെച്ചിട്ട് ഇന്നതാണ് റൂൾ, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒരു മലയാളിയും അത് ചെയ്യത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. എന്നുവെച്ചാൽ ദേ ആർ വെരി എന്താ പറയുക, ലോ അബൈഡിങ് സിറ്റിസണാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളോട് ജനങ്ങളോട് പറയുകയാണ് ഇത്ര പുകയിൽ കൂടുതൽ വാഹനം നമ്മൾ പക്ഷെ ചിലർ ഉപജീവനത്തിൻ്റെ മാർഗ്ഗമാണ്, അവന് ഓട്ടോ ഓടിയാലേ ജീവിക്കത്തുള്ളൂ, അവൻ്റെ ലോറി പഴയതാണ്, അത് ഓടിയാൽ അവന് ജീവിക്കും. അങ്ങനെയുള്ള കേസുകളിൽ അതിന് ഗവൺമെൻറ് ചെയ്യേണ്ടത് അവർക്ക് പകരം നല്ല വണ്ടി കൊടുക്കുക. അപ്പം അവരുടെ വണ്ടി എടുക്കുമ്പോൾ ഒരു വില ഇടുമല്ലോ, ബാക്കി വിലയ്ക്ക് CC വില ഓഫീസിൽ മാസം ഇത്ര രൂപ വെച്ച് അടയ്ക്കുക. അവരടയ്ക്കും. അവരെല്ലാം ലോകത്തെ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, ആരെയും വഞ്ചിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞ ഒടി തട്ടിപ്പോകുന്ന ഓട്ടോറിക്ഷയും വാഹനങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ലോറികൾ ഒഴിവാക്കാൻ പറ്റും. പുതിയത് വരട്ടെ. ആത്മാർത്ഥമായിട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് ഒരു നല്ല വണ്ടി കിട്ടിയാൽ അവനത് കൈകാര്യം ചെയ്യും. ഗവൺമെൻറ്റിൻ്റെ പണം അടയ്ക്കുക മാത്രമല്ല, അവൻ ലാഭം ഉണ്ടാക്കി അവൻ അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. അതാണ് മലയാളിയുടെ ഒരു വ്യക്തിത്വം. അപ്പം അതിനുവേണ്ടി ശ്രമിക്കണം. തീർച്ചയായിട്ടും നല്ല മഴയാണ്, മഴ പെയ്യുന്നുണ്ട്. ആ മഴയെ നമ്മൾ ബുദ്ധിപൂർവ്വം വിനയത്തോടെ പാനിക്കാകാതെ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തട ഉടഞ്ഞ് എഴുന്നേൽക്കണം, നിദ്രയിലേക്ക് പോകരുത്. അവർ പ്രശ്നങ്ങളെ സമീപിക്കുമ്പം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. പണ്ട് ഞാനൊരു ഓഫീസറായിരുന്നപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. എൻ്റെ മുമ്പിൽ വരുമ്പം, കാരണം എൻ്റെ അപ്പച്ചൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആനുകൂല്യം മേടിക്കാൻ തിരുവനന്തപുരത്ത് പോയൊരു അനുഭവമുണ്ട്. അവിടെ ചെന്നപ്പം അപ്പച്ചൻ പറഞ്ഞത്, ഇവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്നെ എന്ത് കരുതി. അപ്പച്ചന് വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നും അല്ലായിരുന്നു, പക്ഷെ എന്നാലും പോയി സാധിച്ചുകൊണ്ട് വന്നു. പോയി 1-2 ആഴ്ച കഴിഞ്ഞ് പുള്ളിയുടെ പണം എല്ലാം കൂടെ വരികയും കിട്ടുകയും ചെയ്തു. അന്ന് അതിനോട് പറയാം, ഞാൻ എൻ്റെ മുൻപിൽ വരുന്ന മുതിർന്നവരെ കാണുന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരു കാര്യത്തിന് ഒരു ഓഫീസിൽ നിൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ ആ രീതിയിൽ ഒന്ന് കണ്ടു നോക്കി. നമുക്ക് ജനങ്ങളോട് കൂടുതൽ നീതി പുലർത്താനാവും. പറ്റുമെങ്കിൽ അവർക്കൊരു ചായ മേടിച്ച് കൊടുത്ത് വിടണം. മുതിർന്നവർ സീനിയർ സിറ്റിസൺ ഓഫീസിൽ വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. വീമ്പടിക്കുകയല്ല, അങ്ങനെ വീമ്പറയുന്ന, പക്ഷേ ഇത് മോഡലാകാൻ വേണ്ടി പറയാം. ഒരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വിടുമായിരുന്നു. അങ്ങനെ ഒരിക്കലും എനിക്കൊരു ട്രാൻസ്ഫറും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പഞ്ചായത്തിലെ ക്ലാർക്കാണ്, സെക്രട്ടറി ഇൻചാർജ് ആയിരുന്നപ്പോൾ നടന്ന സംഭവമാണ്. ഒരു സ്ത്രീ ഇങ്ങനെ ആസ്മ വലിച്ച് വന്നു, ഓഫീസിലേക്ക് വന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി. സ്റ്റെപ്പ് കയറി വരിക. ഞാൻ അവരെ വിളിച്ച് എൻ്റെ മുറിയിൽ എൻ്റെ ഫ്രണ്ടിലെ കസേര ഇരുത്തി.
എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ചായ വാങ്ങിച്ചു തരാൻ പറഞ്ഞ അന്നേരം സ്റ്റാഫുണ്ടല്ലോ ഒരു സാധനം വരുത്തി തന്നു. അവരത് കുടിച്ചുകൊണ്ടിരിക്കുക, ഞാനും ആ കൂടെ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒരു വൈസ് പ്രസിഡൻറ്റ് വന്നു. അയാളുടെ മുഖമെല്ലാം കറുത്തു. എനിക്ക് എന്താ കാര്യം, ഞാൻ ചായ കുടിക്കുന്ന അയാളുടെ മുഖം കറക്കണമില്ല. ഇതെല്ലാം കഴിഞ്ഞ് സ്ത്രീയുടെ കാര്യം സാധിച്ചു കൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പം ഒരു സർട്ടിഫിക്കറ്റ് വന്നാൽ അത് കൊടുത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ അയാൾ, എൻ്റെ പണിക്കാരിയാണോ നിങ്ങൾ ഒപ്പത്തിനൊപ്പം ഇരുത്തിയത്? ഞാനങ്ങ് ചിരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പണിക്കാരി ഒരു മനുഷ്യ സ്ത്രീയല്ലേ, ഒരു ഏജ്ഡ് സ്ത്രീയല്ലേ, അവർ ഞാൻ ബഹുമാനിച്ചത് തെറ്റുണ്ടോ? അപ്പം അയാൾക്കത് കുറച്ചിലായിപ്പോയി. വാസ്തവത്തിൽ എന്ത് കഷ്ടമായി. ഞാൻ ഒത്തിരി വിഷമിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു ആ മനുഷ്യന് വേണ്ടി. അയാളെന്ത് ചെയ്തു, അയാൾ മാനസാറിനെ പോയി കണ്ട് എനിക്കൊരു ട്രാൻസ്ഫറും മേടിച്ചു തന്നു. എനിക്കതിലൊന്നും വലുതാവൊന്നുമില്ല. പക്ഷേ എൻ്റെ സ്വർഗത്തിലെ കണക്ക് പുസ്തകത്തിലെ ഒരു പോയിൻ്റെങ്കിൽ ഒരു പോയിൻ്റ് അത് കൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ആ ഒരു പോയിൻ്റ്, ഞാൻ ദാഹാർത്തനായി ചെല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം, സങ്കല്പത്തിൽ ചില കഥകളില്ലേ, സിനിമാടി ചെന്നപ്പം സ്വർഗത്തിലേക്ക് പോവുക, അവിടെ ചെന്നപ്പോൾ സ്വർഗമല്ല നരക കിട്ടിയത്. 2-3 ഓലക്കാലാണ് കിട്ടിയത്. നീ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും നീ നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അവൾ നോക്കിയപ്പോൾ ഒരുത്തർക്കും ഒരു ഗുണവും ചെയ്തിട്ടില്ല. അപ്പോൾ അവൾക്ക് 2-3 ഓലക്കാല കിട്ടി, ഒരു കുടിൽ പോലും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാനത് പോസിറ്റീവ്. അപ്പം നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഓഫീസിൽ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രശ്നം പറയാൻ കാര്യം, ഇപ്പോൾ ഈ മഴവെള്ളമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ സാധാരണ രീതിയിൽ സർക്കാർ രീതിയിൽ കൈകാര്യം ചെയ്താൽ പോരാ. വി മസ്റ്റ് ഡു സംതിങ് എനർജറ്റിക്കലി ആൻഡ് പോസിറ്റീവ്ലി ഫോർ സർവൈവിങ് ദിസ് ക്രൈസിസ്. സോ ചിലപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പലതും ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യണം. അത് നമുക്ക് നമ്മുടെ സ്വർഗത്തിൽ അതിൻ്റെ നേട്ടം നമുക്ക് കിട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. ഓക്കെ, താങ്ക് യു.